ഭദ്രം കർണേഭിഃ ശൃണുയാമ ദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാംസസ്തനൂഭിः വ്യശേമ ദേവഹിതം യദായുഃ സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാഃ സ്വസ്തി നഃ പൂഷാ വിശ്വവേദാഃ സ്വസ്തി നസ്താർക്ഷ്യോ അരിഷ്ടനേമി സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാവർക്കും നമസ്കാരം. ശ്രീശങ്കരാചാര്യർ സയുക്തികം സമർത്ഥിച്ച ഉപനിഷത് ദർശനത്തെ ആധുനിക കാലത്ത് കാലോചിതവും ഭാഷാപരവുമായി വ്യാഖ്യാനിച്ചു തന്ന ആചാര്യനാണ് ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീനാരായണ ഗുരുദേവന്റെ ആത്മോപദേശ ശതകം എന്ന കൃതിയുടെ വിചാരത്തിലൂടെ ഈ വിചാരസത്രം മുന്നോട്ട് സുദീർഘമായിട്ട് തുടരുമ്പോൾ ഈ ആത്മോപദേശ ശതകത്തിലെ 85-ാമത്തെയും 86-ാമത്തെയും പദ്യങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ ആത്മവിചാരം എന്ന ഗ്രൂപ്പിലൂടെ ഈ വേദാന്ത വിചാര സത്രത്തിൻ്റെ ഭാഗമാകുവാൻ ഞാനും പരിശ്രമിക്കട്ടെ. നാം എന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ ഈ പ്രപഞ്ചം എന്താണ്? ഈ പ്രപഞ്ചത്തിൻ്റെ വസ്തുത അത് സത്യമാണോ? അത് അസത്യമാണോ? സത്യമെന്നും അസത്യമെന്നും പറയാൻ പറ്റാത്ത അനിർവചനീയമാണോ? അതേപോലെ എവിടുന്നാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ആവിർഭാവം ഉണ്ടായത്? ഏതൊരു ശക്തിയാലാണ് ഈ പ്രപഞ്ചത്തെ, ഈ വൈരുദ്ധ്യമായ വിചിത്രമായ പ്രപഞ്ചത്തെ ക്രമബദ്ധമായിട്ട് പ്രവർത്തിക്കുന്നത് അഥവാ നിയന്ത്രിക്കുന്നത്? ഏതൊരു ശക്തിവിശേഷമാണ്? അതേപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ അവസാനം എങ്ങനെയായിരിക്കും? ഇത്തരത്തിലുള്ള ചിന്തകൾ ഏതു കാലത്തും എവിടെയും ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ചിന്തയുടെ ഒരു നിർണയ രൂപത്തിലുള്ള, അല്ലെങ്കിൽ ആ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണത്തിന്റെ നിർണയ രൂപത്തിൽ കോടിക്കണക്കിന് ഗ്രന്ഥങ്ങളിലൂടെ പറയാൻ ഉദ്ദേശിച്ച ഒരു നിർണയ വാക്യം നമുക്ക് പരിചയമുള്ളതാണ്. ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്നത്. പരമമായ സത്യത്വം ബ്രഹ്മത്തിന് മാത്രമേയുള്ളൂ. ഈ പ്രപഞ്ചത്തിനാകട്ടെ വ്യാവഹാരികമായ സത്യത്വം മാത്രമാണ് വേദാന്ത ശാസ്ത്രം വ്യക്തമായിട്ട് പറയുന്നത്. ആ ഒരു സത്യത്തെ, അദ്വയമായ ബ്രഹ്മത്തെ ബോധ്യപ്പെടുത്താനായിട്ട് ശാസ്ത്രങ്ങളെല്ലാം ഒരുപാട് ദൃഷ്ടാന്തങ്ങളെ ഉപയോഗിച്ച് കാണുന്നുണ്ട്.
ഇന്ദ്രിയവേദ്യമല്ലാത്തതായ നിർഗുണവും നിരാകാരവുമായ ചൈതന്യത്തെ ബോധ്യപ്പെടുത്താൻ ദൃഷ്ടാന്തങ്ങൾ വളരെ ഉപകാരപ്രദമാണ്. ബിംബപ്രതിബിംബ ദൃഷ്ടാന്തവും ആകാശം മുതലായ ദൃഷ്ടാന്തവും സമുദ്രവും വീചിയും തരംഗവും എല്ലാം ദൃഷ്ടാന്തമായിട്ട് ഉപയോഗിക്കുന്നു. ചിത്രപട ദൃഷ്ടാന്തം എന്നിങ്ങനെ ദൃഷ്ടാന്തങ്ങൾ ഒരുപാട് സഹായകമാണ്. എന്തിന്? ആ ഒരു പ്രപഞ്ചത്തിലെ ആത്യന്തിക സത്യമായ ബ്രഹ്മത്തെ പരിചയപ്പെടുത്താൻ, ബോധ്യപ്പെടുത്തുവാൻ കേവലം ഒരു ചിലന്തിയെ പോലും ദൃഷ്ടാന്തമാക്കിയിട്ട് ഉള്ള ഒരു പരിശ്രമം, ഏതെങ്കിലും തരത്തിൽ ഈ ബ്രഹ്മത്തെ ബോധ്യപ്പെടുത്താനുള്ള ഒരു പരിശ്രമം നമ്മുടെ ശാസ്ത്രങ്ങളിൽ കാണുന്നുണ്ട്. അതിനൊക്കെ ദൃഷ്ടാന്തങ്ങൾ വളരെ ഉപകാരപ്രദമാണ്. എന്നിരുന്നാലും ഓരോ ദൃഷ്ടാന്തത്തിനും വളരെ പരിമിതിയും ഉള്ളതാണ്. ഈ പ്രപഞ്ചത്തെ ഒരു വ്യത്യസ്തമായ രീതിയിൽ നിർണയിക്കുക അല്ലെങ്കിൽ അതിനെ വിശകലനം ചെയ്യുവാനാണ് ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിലെ 85-ാമത്തെ ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പദ്യം ഇതാണ്: നിഴലൊരു ബിംബം അപേക്ഷിയാത്ത നിൽപ്പീലെഴുമുലക്കെങ്ങും അബിംബമാകയാലേ നിഴലുമല്ലിതു നേരുമല്ല വിദ്വാൻ എഴുതിയിടും ഫണി പോലെ കാണുമെല്ലാം. നാരായണ ഗുരുദേവന്റെ ഈ ആത്മോപദേശ ശതകം നമ്മുടെ മാതൃഭാഷയിലാണെങ്കിലും സംസ്കൃതത്തെ പോലെ തന്നെ അല്ലെങ്കിൽ ഒന്നുകൂടി ഉപരിയായിട്ട് ഒരു വായനയ്ക്കൊന്നും മനസ്സിലാക്കുവാനും അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താനും അത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല. ഇതിൻ്റെ സാമാന്യമായൊരു അർത്ഥം, ഈ പ്രപഞ്ചത്തെ ബിംബപ്രതിബിംബ രീതിയിൽ ഈശ്വരന്റെ പ്രതിബിംബമാകുന്നു ഈ പ്രപഞ്ചം, അല്ലെങ്കിൽ ഒരു നിഴലായിട്ട് ഈ പ്രപഞ്ചത്തെ സമർത്ഥിക്കുവാൻ സാധ്യമല്ല എന്ന് ആചാര്യൻ പറയുകയാണ്. ഒരു നിഴൽ എന്ന രൂപത്തിൽ ഈശ്വരന്റെ നിഴലാകുന്നു ഈ പ്രപഞ്ചമെന്ന് ഒരിക്കലും നമുക്ക് പറയുവാൻ സാധ്യമല്ല. കാരണം നിഴൽ ഒരു ബിംബം അപേക്ഷിയാതെ നിൽപ്പില്ല. എപ്പോഴും ഈ വൈവിധ്യമാർന്ന പ്രപഞ്ചത്തിന് ബിംബസ്ഥാനമായിട്ടൊരു വ്യക്തമായ ഒരു വസ്തു ഉണ്ടായിരിക്കണം. അരൂപിയും നിർഗുണവുമായ ബ്രഹ്മമാകട്ടെ, ഈ വൈവിധ്യമാകുന്ന പ്രപഞ്ചമാകട്ടെ, ഒരു പ്രതിബിംബ രൂപത്തിൽ കൽപ്പിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈശ്വരന്റെ നിഴലായിട്ട് പ്രതിബിംബമായിട്ട് ഈ പ്രപഞ്ചത്തെ കൽപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ ഈ പ്രപഞ്ചം ഒരു ബിംബമാണ്, ഒരു യഥാർത്ഥമായ വസ്തുവാണ്, സത്യമായ വസ്തുവാണ് എന്ന് പറയുവാനും സാധ്യമല്ല. കാരണം എഴുമുലക്കെങ്ങും അബിംബമാകയാലേ, എന്നും ഉണ്ടായി നശിച്ചുകൊണ്ടിരിക്കുന്നതായ, ഉണ്ടായി മറയുന്നതായ ഈ പ്രപഞ്ചം ഒരിക്കലും ബിംബമാകാൻ, യഥാർത്ഥമായൊരു വസ്തുവാകാൻ സാധ്യമല്ല. ഉണ്ടാവുക, കുറച്ചു നിലനിന്ന് വീണ്ടും അത് ഇല്ലാതാവുക, ഇത്തരത്തിലുള്ള ഒരു വസ്തു സത്യമാവുകയില്ല. അതുകൊണ്ട് ബിംബമാണ് ഈ പ്രപഞ്ചമെന്നും നമുക്ക് പ്രപഞ്ചത്തെ കാണുവാൻ സാധ്യമല്ല. നിഴലുമല്ലിതു നേരുമല്ല, ഇത് രണ്ടുമല്ല ഈ പ്രപഞ്ചം. പിന്നെ എന്താണ് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് എങ്ങനെ നമുക്ക് പറയാം? വിദ്വാൻ എഴുതിയിടും ഫണി പോലെ കാണുമെല്ലാം. സത്യദർശിയായ യഥാർത്ഥ ജ്ഞാനിക്ക് ഈ പ്രപഞ്ചത്തെ ചിത്രത്തിൽ ആലേഖനം ചെയ്ത സർപ്പത്തെ പോലെ ചിത്രീകരിക്കാൻ സാധിക്കുന്നു, നോക്കിക്കാണുവാൻ സാധിക്കുന്നു. ചിത്രത്തിൽ നാം വരച്ച ഒരു സർപ്പം
യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നുമില്ല, അതില്ലാതാവുന്നുമില്ല. യഥാർത്ഥമായ ഒരു ജ്ഞാനി ചിത്രത്തിൽ ആലേഖനം ചെയ്ത സർപ്പത്തെ പോലെയാണ് ഈ പ്രപഞ്ചത്തെ നോക്കിക്കാണുന്നത്. ഇതാണ് ഈ ഒരു പദ്യത്തിന്റെ സാമാന്യമായ അർത്ഥം. ഒന്നുകൂടി നമ്മൾ ഈ പദ്യത്തെ ആലോചിച്ചാൽ, ബിംബ-പ്രതിബിംബ കൽപ്പനയിലൂടെ ഈ പ്രപഞ്ചത്തെ ഒരു പ്രതിബിംബമായിട്ടും ഈശ്വരനെ ബിംബമായിട്ടും നമുക്ക് ചിന്തിക്കുവാൻ സാധ്യമാകുമോ? ഒരിക്കലും അങ്ങനെ സാധ്യമല്ലെന്ന് പറയുകയാണ്. കാരണം ബിംബ-പ്രതിബിംബ ഭാവനയ്ക്ക് 3 ഘടകങ്ങൾ അനിവാര്യമാണ്. നമ്മുടെ മുഖം ബിംബമാണെങ്കിൽ ആ മുഖം പ്രതിബിംബിക്കുന്ന ഒരിടം കണ്ണാടി, അതുപോലെ അതിൽ പ്രതിബിംബിക്കുന്ന പ്രതിബിംബവും, ഈ 3 ഘടകങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ബിംബ-പ്രതിബിംബ കൽപ്പന ശരിയാവുകയുള്ളൂ. ഒരിക്കലും മുഖം മുഖത്തിൽ പ്രതിബിംബിക്കുകയില്ല. അതിന് വ്യക്തമായ ഒരു പ്രതലം, ഒരു ഉപാധി ആവശ്യമാണ്. അങ്ങനെയാകുമ്പോഴാണ് ബിംബവും പ്രതിബിംബവും ഉണ്ടാകുന്നുള്ളൂ. എന്നാൽ ഈശ്വരനാകുന്ന ബിംബമാണ് ഈശ്വരനെങ്കിൽ, യഥാർത്ഥമായ വസ്തുവാണ് ഈശ്വരനെങ്കിൽ, ആ ഈശ്വരനാകുന്ന ബിംബത്തിന് പ്രതിബിംബിക്കാനുള്ളതായ 3ാമത് പ്രപഞ്ചം പ്രതിബിംബവുമാണെങ്കിൽ, ഈ രണ്ടിൽ നിന്നും വ്യത്യസ്തമായി 3ാമതായിട്ടൊന്നും ഇല്ലാത്തതിനാൽ ഈ ബിംബ-പ്രതിബിംബ രൂപത്തിൽ പ്രപഞ്ചത്തെ കാണുവാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് നിഴലുമല്ലിതു നേരുമല്ല, നിഴലായിട്ടും യഥാർത്ഥമായ വസ്തുവായിട്ടും നമുക്ക് ഇതിനെ, പ്രപഞ്ചത്തെ കണക്കാക്കാൻ സാധ്യമല്ല. പിന്നെ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? സത്യജ്ഞാനിയായ, സമ്യക് ദർശിയായ, ബ്രഹ്മജ്ഞാനം നേടിയ ഒരു ജ്ഞാനിക്ക്, വിദ്വാന് ഈ പ്രപഞ്ചത്തെ കാണാൻ സാധിക്കുന്നത് ചിത്രത്തിൽ ആലേഖനം ചെയ്ത ഒരു സർപ്പത്തെ പോലെയാണ്. ഒരു കടലാസിൽ നാം ചായത്തെ ചേർക്കുമ്പോൾ സർപ്പം മുതലായ വസ്തുക്കളുടെ തോന്നലുണ്ടാകുന്നു. ആ ചായത്തെ ആ കടലാസിൽ നിന്നും മായ്ക്കുമ്പോൾ ആ സർപ്പം ഇല്ലാതായതായിട്ടും തോന്നുന്നു. അതേപോലെ ആത്മാവാകുന്ന കടലാസിൽ സങ്കല്പമാകുന്ന ചായത്തെ തേക്കുമ്പോൾ, ചേർക്കുമ്പോൾ, സങ്കല്പിക്കുമ്പോൾ പ്രപഞ്ചമാകുന്ന സർപ്പപ്രതീതി ഉണ്ടാവുന്നു. ഇത് വിദ്വാനെ സംബന്ധിച്ചിടത്തോളം കേവലം സാങ്കല്പികമാണ് ഈ പ്രപഞ്ചം എന്ന ആ ഒരു ഉറച്ച ബോധത്തിൽ, ചിത്രത്തിൽ നാം ചായം കൊണ്ട് ചേർത്തതായ ഒരു സർപ്പം മാത്രമാണ്, ആ ഒരു തോന്നലാണ് എന്നുള്ള കാഴ്ചപ്പാട് കൊണ്ട് നിർഭയത്വം ഉണ്ടാകുന്നു. ആ സർപ്പത്തെ ഭയക്കുന്നില്ല. ഈ പ്രപഞ്ചത്തിലുള്ള സംഭവങ്ങളൊന്നും ആ ജ്ഞാനിയെ ബാധിക്കുന്നില്ല. ഈ സംസാര ദുഃഖത്തെ ജ്ഞാനിക്ക് ബാധിക്കുന്നില്ല. സാങ്കല്പികമായ കേവലം തോന്നൽ മാത്രമാണ് ഈ പ്രപഞ്ചമെന്നും, അതുകൊണ്ട് നിർഭയനായിട്ട് വൈരാഗ്യത്തോടു കൂടി ദുഃഖരഹിതനായിട്ട് ഈ പ്രപഞ്ചത്തെ നോക്കിക്കാണുവാൻ ജ്ഞാനിക്ക് സാധിക്കുന്നു. വ്യാവഹാരികമായ ദശയിൽ ഈ പ്രപഞ്ചത്തെ നോക്കിക്കാണുന്ന ആത്യന്തികമായ സത്യം ഇല്ല എന്ന ഉറച്ച ബോധ്യമുണ്ടായ ജ്ഞാനിക്ക്, ബ്രഹ്മജ്ഞാനിക്ക് ഈ സംസാരം ദുഃഖകരമായി മാറുന്നില്ല. അദ്ദേഹം ഈ പ്രപഞ്ചത്തിൻ്റെ നിസ്സാരതയെ ഉൾക്കൊള്ളുകയും യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതുകൊണ്ടുള്ള ആനന്ദം അനുഭവിക്കുകയും ചെയ്യുന്നു. ശ്രീനാരായണ ഗുരുദേവൻ ഇത്തരത്തിലുള്ള നിർഭയതയും സാങ്കല്പികമായ പ്രപഞ്ചബോധവും ഉള്ളതുകൊണ്ട്
ആ അനുഭവത്തിലൂടെ ഈ ഉദാഹരണം നമുക്ക് കാഴ്ചവെക്കുന്നതായിട്ട് നമുക്ക് ബോധ്യപ്പെടും. ആ ഗുരുദേവന്റെ സമൂഹത്തിലുള്ള ഇടപെടലും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള സമീപനവും എല്ലാം ആ ഒരു യാഥാർത്ഥ്യ ബോധത്തിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഒരു നിഴലായിട്ടും ഒരു ഉള്ള വസ്തുവായിട്ടും ഈ പ്രപഞ്ചത്തെ ബിംബമായിട്ടും നിഴലായിട്ടും കൽപ്പിക്കാതെ കേവലം ചിത്രത്തിൽ ആലേഖനം ചെയ്ത സർപ്പത്തെ പോലെ മാത്രം സാങ്കല്പികമായ വ്യാവഹാരികമായ സത്യത്വം മാത്രം കൽപ്പിക്കുകയാണ് വിദ്വാൻ ചെയ്യുന്നത്. ആ വിദ്വാന്റെ ഈ പ്രപഞ്ചത്തോടുള്ള കാഴ്ച അത്തരത്തിലാണ് എന്ന് ഈ 85-ാമത്തെ പദ്യത്തിലൂടെ ഗുരുദേവൻ വ്യക്തമാക്കുന്നു. ബാഹ്യമായ ഈ പ്രപഞ്ചത്തെ വേദാന്തത്തിൽ ദൃക്കെന്നും ദൃശ്യമെന്നും രണ്ടായിട്ട് ഒതുക്കി പറയുന്നുണ്ട്. ഈ അസംഖ്യമായിട്ട് അനുഭവപ്പെടുന്ന ഈ പ്രപഞ്ചം ദൃക്കും ദൃശ്യവുമായ രണ്ട് പദാർത്ഥങ്ങളെ ഉള്ളൂ. അത് ബോധമെന്നും ജഡമെന്നും പറയാം. ആ ബോധമായത് ദൃക്കായത് യഥാർത്ഥമായ സത്യവും ജഡം അഥവാ ദൃശ്യം അസത്യവുമാണ് എന്ന് ദൃക് ദൃശ്യ വിവേകം അല്ലെങ്കിൽ ആത്മാനാത്മ വിവേകം മുഴുവൻ വേദാന്ത ഗ്രന്ഥങ്ങളുടെയും ഒരു പരമമായ ഉപദേശ പ്രക്രിയയാണ്, അല്ലെങ്കിൽ മുഴുവൻ വേദാന്ത ശാസ്ത്രത്തിൻ്റെയും ഉദ്ദേശമാണ് ഈ ദൃക് ദൃശ്യ വിവേചനം ചെയ്യൽ. അത്തരത്തിൽ ഈ ദൃക്കിനെയും ദൃശ്യത്തെയും വിവേകം ചെയ്യുന്ന ഒരു പദ്യമാണ് 86-ാമത്തെ പദ്യം, ആത്മോപദേശതകത്തിലെ 86-ാമത്തെ പദ്യമായിട്ട് ഗുരുദേവൻ അവതരിപ്പിക്കുന്നത്. തനു മുതലായതു സർവമൊന്നിലൊന്നിൽ അനൃതവുമായി അതിനാലേ അന്യഭാഗം അനുദിനമസ്തമിയാതിരിക്കയാലേ പുനർഋതരൂപവുമായി പൊലിഞ്ഞിടുന്നു. തനു മുതലായത് സർവം അനൃതമാണ്. തനു മുതലായത് ദേഹം മുതലായ മുഴുവൻ പ്രപഞ്ചവും നമുക്ക് ഇത് എന്ന് പറയാൻ പറ്റിയ മുഴുവൻ വസ്തുക്കളെയും ദൃശ്യമായിട്ട്, ദൃശ്യങ്ങളെയെല്ലാം ആത്മഭിന്നമായതെല്ലാം ദൃശ്യമാണ്. ആ ദൃശ്യമായ ആ ദൃശ്യം ദേഹം മുതലായ മുഴുവൻ വസ്തുക്കളും അനൃതമാണ്. ഒന്നിലൊന്നില്ല, സർവം ഒന്നിലൊന്നില്ല, വെവ്വേറെയാണ്. വേറിട്ട് നിൽക്കുന്നതായ പരസ്പര ഭിന്നങ്ങളായ ഈ നാനാ വൈവിധ്യങ്ങളെല്ലാം അനൃതമാണ്. ദൃശ്യം അനൃതമാണ്. ഈ ദൃശ്യപ്രപഞ്ചം അനൃതമായിട്ട് എന്നും പൊലിഞ്ഞിടുന്നു, അസ്തമിക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ മുഴുവൻ അസത്യമായിട്ട് അസ്തമിക്കുകയാണ്. അതിൽ അന്യഭാഗമായ ദൃശ്യത്തിൽ നിന്നും ഭിന്നമായ ദൃക് പദാർത്ഥം അനുദിനം അസ്തമിയാതിരിക്കയാലേ പുനർഹൃതരൂപവുമായി പൊലിഞ്ഞിടുന്നു. അനുദിനം അസ്തമിയാതെ എന്നും നിലനിന്നുകൊണ്ട് ഒരു മാറ്റവും വരാതെ ഒരേ തരത്തിൽ നിന്നുകൊണ്ട് ഋതരൂപവുമായി പൊലിഞ്ഞിടുന്നു. സത്യരൂപത്തിൽ എന്നും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. ദൃക് വസ്തു എന്നും സത്യമായിട്ട് പ്രകാശിക്കുന്നു. ദൃശ്യം എന്നും അസത്യമായിട്ട് അണയുകയും ചെയ്യുന്നു, അസ്തമിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ സത്യാസത്യ പദാർത്ഥങ്ങളെക്കുറിച്ചുള്ള ഒരു നിർണയമാണ് ഈ പദ്യത്തിലൂടെ ചെയ്യുന്നത്. ഇവിടെ പൊലീക എന്ന വാക്കിന് വിരുദ്ധങ്ങളായ രണ്ടർത്ഥം പറയുന്നുണ്ട്.
ദീപം പൊലിഞ്ഞു എന്നിടത്ത് ആ ദീപം അണഞ്ഞു എന്ന അർത്ഥവും, അതേപോലെ നെല്ല് പൊലിഞ്ഞു എന്ന പ്രയോഗത്തിൽ നന്നായിട്ട് ഉണ്ടാവുക എന്നുള്ള അർത്ഥവുമാണ് വരുന്നത്, യോജിക്കുന്നത്. ഈ രണ്ട് അർത്ഥങ്ങളും നമുക്കിവിടെ അന്വയിപ്പിക്കാൻ സാധിക്കും. തനു മുതലായ ദൃശ്യങ്ങളെല്ലാം അനൃതമായിട്ട് അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു, പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇല്ലാതായിത്തീരുന്നു. ദേഹം മുതലായ മുഴുവൻ പ്രപഞ്ചവും ദൃശ്യപദാർത്ഥങ്ങളും കേവലം തോന്നൽ മാത്രമാണത്. അത് ഉണ്ടായി നശിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് എന്നും അസ്തമിച്ചുകൊണ്ട് ഇരിക്കുന്നതാണ്, അനൃതമായി പൊലിയുന്നതാണ്. എന്നാൽ അതിൻ്റെ അന്യഭാഗമായ ദൃശ്യത്തിന്റെ അന്യമായിരിക്കുന്ന ദൃക്കാകട്ടെ എന്നും പ്രകാശിച്ചുകൊണ്ട് ഒരു മാറ്റവും വരാതെ, ആ ബോധത്തിന് ഒരു മാറ്റവും വരാതെ നിത്യമായിട്ട് പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വയം പ്രകാശിക്കുകയും മറ്റുള്ള എല്ലാത്തിനെയും ദൃശ്യത്തെയെല്ലാം പ്രകാശിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഋതരൂപമായിട്ട് ആ ദൃക്, ആ ബോധം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ദൃശ്യത്തിൽ നിന്നും ദൃക്കിലേക്ക്, സൂക്ഷ്മമായിട്ട് ആ ദൃക്കിലേക്ക് നാം ഗമിക്കുമ്പോൾ ഓരോ ദൃശ്യങ്ങളും ഇല്ലാതായിട്ട് ദൃക്ക് മാത്രമായി അവശേഷിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. ആ ദൃശ്യ വിവേകത്തിലൂടെ ദൃശ്യങ്ങളെയെല്ലാം നേതി നേതി എന്ന ന്യായത്തിലൂടെ ആ ഉണ്ടായതായി തോന്നുകയും വീണ്ടും ഇല്ലാതാവുകയും ചെയ്യുന്ന ആ ദൃശ്യങ്ങളെയെല്ലാം ദൃക്കിലേക്ക് എത്തുകയും ആ ദൃശ്യങ്ങളെല്ലാം അസ്തമിക്കുന്നതായിട്ടും കാണാം. നമ്മുടെ കണ്ണിന് വിഷയമാകുന്ന രൂപങ്ങളെല്ലാം, കണ്ണിന് ദൃശ്യമാകുന്ന രൂപങ്ങൾ, ആ രൂപത്തെ കാണുന്ന കണ്ണ് ദൃക്കുമാണ്. അതേപോലെ കണ്ണ് നമ്മുടെ സങ്കല്പങ്ങൾക്ക് വിഷയമാകുമ്പോൾ ആ ദൃക്കായിരുന്ന കണ്ണ് ദൃശ്യമാവുകയും മനസ്സ് ദൃക്കായി മാറുകയും ചെയ്യുന്നു. ആ മനസ്സങ്കല്പങ്ങളെ, ആ സങ്കല്പങ്ങളെ ബോധം കൊണ്ട് നാം ചിന്തിക്കുമ്പോൾ ആ സങ്കല്പങ്ങളെല്ലാം ദൃശ്യമാവുകയും ബോധം ദൃക്കായി മാറുകയും ചെയ്യുന്നു. അതോടുകൂടി ദൃക് ദൃശ്യ ഭേദം ഇല്ലാതാവുകയും കേവലം ദൃക്കായ ബോധം മാത്രം അവശേഷിക്കുകയും ചെയ്യുന്നു. ബോധം മറ്റൊന്നിന് ദൃശ്യമാകാത്തത് കൊണ്ട് എന്നും സ്വയം പ്രകാശിക്കുന്നതായി മാറുന്നു ആ ദൃക്കായ ബോധം. ആ ദൃശ്യത്തിൽ നിന്നും ദൃക്കിലേക്ക് ഉള്ള ആ ഒരു എത്തലാണ് അനിത്യമായതിൽ നിന്നും സ്ഥൂലമായതിൽ നിന്നും സൂക്ഷ്മമായ സത്യത്തിലേക്കുള്ള ആ ഒരു പോക്ക്. ആ ദൃക്കിനെ തിരിച്ചറിയലാണ്, ആ ദൃക്കായ ആത്മാവാകുന്നു ഞാൻ എന്ന തിരിച്ചറിവാണ്, ഈ ദൃഗ്ദൃശ്യ വിവേകമാണ് വേദാന്ത ദർശനത്തിൻ്റെ മുഴുവൻ താല്പര്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഓരോ ഇന്ദ്രിയത്തിലേക്കും വൈവിധ്യങ്ങളാകുന്ന നാനാതരത്തിലുള്ള രൂപഭേദങ്ങളെല്ലാം, ദൃശ്യങ്ങളെല്ലാം ആ രൂപങ്ങളുടെ ദൃക്കായ ചക്ഷുസിലേക്ക് എത്തുമ്പോഴേക്കും അവ ഏകീഭവിച്ച് ലയിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതേപോലെ മറ്റിന്ദ്രിയങ്ങളും, ഗന്ധമായാലും രസമായാലും ശബ്ദമായാലും വിഭിന്നങ്ങളായ ദൃശ്യങ്ങളെല്ലാം ദൃക്കിൽ ഏകീഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതേപോലെ ആ ദൃശ്യങ്ങളുടെ വിലയത്തോടെ ദൃക്ക് മാത്രം അവസാനിക്കുന്നു. ഇന്ദ്രിയങ്ങളുടെ ലയം മനസ്സിലേക്കും മനസ്സിന്റെ ലയം ബോധത്തിലേക്കും എത്തുന്നതായിട്ട് നമുക്ക് കാണാം. ഇങ്ങനെ
ദൃക്കാകട്ടെ എന്നും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന, ഒരു മാറ്റവും വരാതെ നിത്യമായ, എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുകയും സ്വയം പ്രകാശിക്കുകയും ചെയ്യുന്ന ബോധമാണ്. ആ അഖണ്ഡ ബോധവുമായിട്ട് ദൃക്കിന് താദാത്മ്യം പ്രാപിക്കുക, ഏകീഭവിക്കുന്നതാണ് പരമായ ആനന്ദമായിട്ടും ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയലും എന്ന് വേദാന്തം നമ്മളെ പഠിപ്പിക്കുന്നു. ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതരായ സംവിദുജൃംഭത്തെ സൈവാഹം നച്ച ദൃശ്യവസ്തു എന്ന രൂപത്തിൽ മനീഷാ പഞ്ചകത്തിൽ ഞാൻ ആ ബോധസ്വരൂപനാണു, ഞാൻ ഒരിക്കലും ദൃശ്യമല്ല, ആ ദൃക്കാകുന്നു ഞാൻ എന്ന് ആ ദൃക്കായ ബോധത്തെ, അഖണ്ഡമായ ബോധത്തെ തിരിച്ചറിയുക. ഞാൻ ആ ബോധമാണ് എന്ന്, ഒരിക്കലും ഞാൻ ദൃശ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൃശ്യത്തിൽ നിന്നും നിഷേധിച്ചുകൊണ്ട് ആ ദൃക്കിലേക്ക് ഏകീഭവിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ആത്മാനാത്മവിവേചനം സ്വനുഭവോ ബ്രഹ്മാത്മനാ സംസ്ഥിതിർ മുക്തിഹി എന്ന വിവേക ചൂടാമണിയിലെ ആ പരാമർശവും ഈ ആത്മാനാത്മവിവേചനമാകുന്ന ആ ദൃശ്യത്തിൽ നിന്നും ദൃക്കായ ആ ആത്മാവാകുന്നു ഞാൻ, ബോധമാണ് ഞാൻ, ആ അഖണ്ഡമായ ബോധമാണ് എന്നെ മുക്തിയിലേക്ക് എത്തിക്കുന്നതും, ആ അഖണ്ഡ ബോധമാണ് പരമായ ആനന്ദത്തെ ഉണ്ടാക്കുന്നതും ഈ സംസാര നിവൃത്തിക്കും ദുഃഖനിവൃത്തിക്കും കാരണം എന്നും മുഴുവൻ വേദാന്തവും പ്രതിപാദിക്കുന്നു. ഇവിടെയൊക്കെ ദൃഗ്ദൃശ്യ വിവേകം അഥവാ ആത്മാനാത്മവിവേകം എന്ന ഒരു ഉപദേശ പ്രക്രിയ വളരെ പ്രസിദ്ധമാണ്. ദൃഗ്ദൃശ്യ വിവേകം എന്നും ആത്മാനാത്മവിവേകം എന്നും അറിയപ്പെടുന്ന ചെറിയ ഗ്രന്ഥങ്ങൾ തന്നെ പ്രസിദ്ധമാണ്. ഇനി ആ പേര് പറഞ്ഞാലും ഇല്ലെങ്കിലും മുഴുവൻ വേദാന്തത്തിൻ്റെയും താല്പര്യമാണ് ഈ ദൃഗ്ദൃശ്യ വിവേകം അഥവാ ആത്മാനാത്മവിവേചനം. അതിനാണ് എല്ലാ വേദാന്തങ്ങളും പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഈ ദൃഗ്ദൃശ്യ വിവേകത്തെയും പ്രപഞ്ചത്തിൻ്റെ ഒരു സ്വഭാവത്തെയും വർണ്ണിക്കുന്ന 2 പദ്യമാണ് ഇവിടെ ഉള്ളത്. ഈ 2 പദ്യം ഒന്നുകൂടി ചൊല്ലിക്കൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. നിഴലൊരു ബിംബം അപേക്ഷിയാതെ നിൽപ്പീൽ എഴുമുലകെങ്ങും അബിംബമാകയാലേ നിഴലുമല്ലിതു നേരുമല്ല വിദ്വാൻ എഴുതിയിടും പണി പോലെ കാണുമെല്ലാം. തനു മുതലായതു സർവമൊന്നിലൊന്നിൽ അനൃതവുമായ അതിനാലേ അന്യഭാഗം അനുദിനമസ്തമിയാതിരിക്കയാലേ പുനർഋതരൂപവുമായി പൊലിഞ്ഞിടുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഉപസംഹരിക്കുന്നു. നമസ്കാരം.